ലൈവ് അറ്റ് 6 തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ നോക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മികച്ച പോളിംഗ്. 5:30 വരെ 70% പേർ വോട്ട് രേഖപ്പെടുത്തി. എറണാകുളത്തും ആലപ്പുഴയിലും കനത്ത പോളിംഗ്. ഏറ്റവും കുറവ് തിരുവനന്തപുരത്ത്. 7 ജില്ലകളിൽ പോളിംഗ് സമയം അവസാനിച്ചു. പലയിടത്തും നീണ്ട ക്യൂ. തിരുവനന്തപുരം വഞ്ചിയൂരിൽ കള്ളവോട്ടിനെ ചൊല്ലി CPM BJP സംഘർഷം. റീപോളിംഗ് ആവശ്യപ്പെട്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ. മന്ത്രിയുടെ നേതൃത്വത്തിൽ വ്യാപക കള്ളവോട്ടെന്ന കെ മുരളീധരൻ. തൃശൂർ മുതൽ കാസർഗോഡ് വരെ കൊട്ടിക്കലാശം കളറാക്കി മുന്നണികൾ. പലയിടത്തും സംഘർഷം. പ്രീ പോൾ സർവേ ഫലം പരസ്യപ്പെടുത്തി കുടുങ്ങി ശ്രീലേഖ. ഗൗരവതരമായ പിഴവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈബർ പോലീസിൽ റിപ്പോർട്ട് ചെയ്തു. വിവാദമായപ്പോൾ പോസ്റ്റ് പിൻവലിച്ച് ശ്രീലേഖ. വോട്ടെടുപ്പ് ദിവസം കോൺഗ്രസിനെ വെട്ടിലാക്കി UDF കൺവീനർ. ദിലീപിന് നീതി കിട്ടിയെന്ന അടൂർ പ്രകാശ്. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. സർക്കാർ അല്ലെങ്കിലും അപ്പീലും പോവുമല്ലോ. സർക്കാരിന് വേറെ ഒരു ജോലിയില്ലല്ലോ. അതിജീവിതക്കെതിരായ പരാമർശത്തെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് ചെന്നിത്തലയും കെ മുരളീധരനും. വിവാദമായതോടെ മലക്കം മറിച്ചു. നിങ്ങൾ വളച്ചൊടിച്ച് അങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തേണ്ട. അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഗൂഢാലോചന ആരോപണവുമായി ദിലീപ് നിയമ നടപടിക്ക്. വിധി പകർപ്പ് കിട്ടിയാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി നൽകും. ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ പോലീസ് തെറ്റിദ്ധരിപ്പിച്ചെന്നും ദിലീപ്. നടന്റെ വാദം തള്ളി മുഖ്യമന്ത്രി. എല്ലാ ഘട്ടത്തിലും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നതിൽ സർക്കാർ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സ്വീകരിച്ചത്. അതുതന്നെയാണ് ഇനിയും തുടരുക. ദിലീപിനെ തിരിച്ചെടുക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധവുമായി ഭാഗ്യലക്ഷ്മി. ഫെഫ്കയിൽ നിന്ന് രാജി. ഫെഫ്കയും അമ്മയും വേട്ടക്കാർക്കൊപ്പമെന്ന ആരോപണം. SIR-ൽ 22 ലക്ഷം വോട്ടർമാരെ കണ്ടെത്താനായില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പട്ടികയിൽ കൂടുതൽ പരിശോധന. സമയപരിധി നീട്ടണമെന്ന കേരളത്തിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളി. SIR-ൽ പാർലമെന്റിൽ 10 മണിക്കൂർ ചർച്ച. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ T20 ഇന്ന്. മത്സരം കട്ടക്കിൽ 7 മണിക്ക്. സഞ്ജു സാംസൺ കളിക്കുമോ എന്നതിൽ ആകാംക്ഷ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. എറണാകുളം, ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. തിരുവനന്തപുരത്താണ് കുറവ് പോളിംഗ്. രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട നിരയാണ് പ്രകടമായത്. 3 കോർപ്പറേഷനുകൾ, 39 മുനിസിപ്പാലിറ്റികൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, 75 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 471 ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലേക്കാണ് ജനങ്ങൾ വിധിയെഴുതിയത്. ശബരിമല സ്വർണ്ണ കൊള്ളയാണ് വോട്ടെടുപ്പ് ദിനത്തിൽ UDF-ഉം BJP-യും പ്രധാന ചർച്ചയാക്കിയത്. സർക്കാർ നടപ്പാക്കിയ ക്ഷേമ പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് LDF. അതിനിടെ പലയിടത്തും രാഷ്ട്രീയ പാർട്ടികൾ കള്ളവോട്ട് ആരോപണമുയർത്തി രംഗത്തെത്തി. വിവരങ്ങളുമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേർന്നു. ആദ്യം VV അരുണിലേക്ക്. അരുൺ, തിരുവനന്തപുരത്ത് പതിവ് പോലെ പതിഞ്ഞ ഒരു വോട്ടിംഗ് ശൈലി തന്നെയാണ്. ഏറ്റവും കുറവ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. പക്ഷേ ആദ്യഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടത് ആ പ്രചാരണത്തിലുണ്ടായ ആവേശം വോട്ടർമാരും ഏറ്റെടുക്കുന്നതാണ്. നിലവിൽ എന്താണ് സ്ഥിതി? ഇപ്പോഴും നീണ്ട ക്യൂ ഉണ്ടോ ബൂത്തുകളിൽ?
മിക്ക ബൂത്തിലും ആളൊഴിഞ്ഞു. ഔദ്യോഗികമായ പോളിംഗിനുള്ള സമയം അവസാനിച്ചു. ബൂത്തുകളൊക്കെ പൂട്ടി ഉദ്യോഗസ്ഥർ മാത്രമായി അകത്ത്, അല്ലെങ്കിൽ ഏജന്റുമാരും മാത്രമായി ഉണ്ട് അകത്തുള്ളതുള്ളൂ. ബാക്കിയുള്ളവരെയൊക്കെ പുറത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. ചിലയിടങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഇനി ക്യൂവിൽ ആളുകളുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവസരം നൽകും. അതിനപ്പുറത്തേക്ക് ഇനി വോട്ടിംഗ് സമയമില്ല. ഏതായാലും 6 മണി വരെയുള്ള കണക്കുകൾ ഇപ്രകാരമാണ്. തിരുവനന്തപുരത്ത് 65.93% ഔദ്യോഗികമായ പോളിംഗ് ശതമാനം. കൊല്ലത്ത് അത് 69.32%. പത്തനംതിട്ടയിൽ 65.91%. ആലപ്പുഴയിൽ 72.74%. കോട്ടയത്ത് 69.77%. ഇടുക്കിയിൽ 70.26% ഇതുവരെ വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളത്ത് 73.36% പേരും വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് 6 മണി വരെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക കണക്കിൽ വലിയ മാറ്റമുണ്ടാകും. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം ഉയരാനുമിടയുണ്ട്. മികച്ച പോളിംഗ് തന്നെ സംസ്ഥാനത്ത് പൊതുവിൽ നോക്കുമ്പോഴുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലാണ് പോളിംഗ് കുറവുള്ളത്. കഴിഞ്ഞ തവണയും നഗരസഭയിൽ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത്. ഏതായാലും തിരുവനന്തപുരം നഗരസഭ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഈ ആദ്യഘട്ടത്തിൽ ഏറ്റവും അധികം ശ്രദ്ധേയമായ നഗരസഭ. തിരുവനന്തപുരത്ത് പതിറ്റാണ്ടുകളായി തുടരുന്ന ഭരണം നിലനിർത്തുമെന്ന ഉറപ്പിലാണ് ഇടതുമുന്നണി. അവസാന ഘട്ടത്തിൽ അവരുടെ അവകാശവാദം ആ രീതിയിലാണ്. പക്ഷേ ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന്, തിരിച്ചുപിടിക്കുമെന്ന് UDFും ഇത്തവണ ഉറപ്പായും ഭരണത്തിലേക്ക് എത്തുമെന്ന്, നഗരസഭാ ഭരണത്തിലേക്ക് എത്തുമെന്ന് BJPയും അവകാശപ്പെടുന്നു. ഇപ്പോൾ ഇവിടെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഉണ്ട്. വഞ്ചൂരിലാണ് ഞാനുള്ളത്. എന്താണ് ഈ വോട്ടെടുപ്പ് സമയം, ഔദ്യോഗിക സമയം അവസാനിച്ചിരിക്കുന്നു. ഈ അവസാന സമയത്തെ പ്രതീക്ഷ എന്താണ്, ഒരു വിലയിരുത്തൽ എന്താണ്? തിരുവനന്തപുരത്ത് CPMൽ നിന്ന് BJP അധികാരം പിടിക്കും. തിരുവനന്തപുരം നഗരസഭ BJPക്ക് മേയറെ സൃഷ്ടിക്കാൻ വേണ്ട കൌൺസിലർമാരുണ്ടാകും. ഇന്ന് തിരുവനന്തപുരം നഗരസഭയിലെ ഏകദേശം 60% വാർഡുകളിൽ അവിടുത്തെ ബൂത്തുകളിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. എല്ലാ സ്ഥലത്തും തിരുവനന്തപുരത്തിനൊരു മാറ്റം ആഗ്രഹിക്കുന്ന ജനതയാണ് കാണാൻ സാധിച്ചത്. ഏതാണ്ട് അരമണിക്കൂറും ഇതേ സ്ഥലത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് K. മുരളീധരൻ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞത് 1/2 സീറ്റിൽ BJP ഒതുങ്ങാൻ പോവുകയാണ്. BJP ചിത്രത്തിലേ ഇല്ല, പിക്ചറിലേ ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക്. അദ്ദേഹത്തിന്റെ മലർപ്പൊടിക്കാരനായിട്ട് മാത്രമേ K. മുരളീധരനെ ഞാൻ കാണുന്നുള്ളൂ. K. മുരളീധരൻ ഏതോ ഒരു സ്വപ്ന ലോകത്താണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു എടുക്കാച്ചരക്കായിട്ട് മാറുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്. അതാണ് K. മുരളീധരനോട് ഞങ്ങൾ. നരേന്ദ്രമോദി 6 മാസത്തിനകം തിരുവനന്തപുരത്ത് വന്ന് വലിയ പ്രഖ്യാപനം നടത്തും. 6 മാസത്തിനല്ല, ഞങ്ങൾ 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് BJP മേയർ ആയാൽ എണ്ണിക്കൊണ്ട് 45 ദിവസത്തിനുള്ളിൽ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ അവതരിപ്പിക്കും എന്നാണ് ഞങ്ങൾ. പ്രധാനമന്ത്രിയെ BJP മേയർ സ്വീകരിക്കുകയും ചെയ്യും. അതാണ് ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിന്റെ മുമ്പിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അതാണ് ഞങ്ങളുടെ മേയർ സത്യപ്രതിജ്ഞ ചെയ്താൽ 45 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരത്തിന്റെ 5 വർഷത്തെ വികസനത്തിന് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ ഇവിടെ അവതരിപ്പിക്കും. ആ ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇതാണ് BJPയുടെ ആത്മവിശ്വാസം. ഈ അതായത് ഔദ്യോഗികമായ വോട്ടെടുപ്പ് അവസാനിക്കുമ്പോഴും BJP തികഞ്ഞ പ്രതീക്ഷയിലാണ്. തിരുവനന്തപുരത്ത് BJPയുടെ മേയർ ഉണ്ടാകും. ആ മേയർ ഭരിക്കുന്ന നഗരസഭയുടെ പദ്ധതികൾ 45 ദിവസത്തിനുള്ളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപനം നടത്തുമെന്നാണ് BJPയുടെ അവകാശവാദം. അല്പസമയം മുമ്പ് K. മുരളീധരൻ കോൺഗ്രസ് നേതാവ് പറഞ്ഞത് 1/2 സീറ്റിൽ BJP ഒതുങ്ങാൻ പോകുന്നു. അവരുടെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് പറയപ്പെടുന്ന ആഷിലേക്കെതിരെ ഗുരുതരമായ ആരോപണം, ചീപ്പ് പൊളിറ്റിക്സ് കളിച്ചു എന്നടക്കമുള്ള ആരോപണം K. മുരളീധരൻ ഉന്നയിക്കുന്നുണ്ട്. CPM ആകട്ടെ കംഫർട്ടബിൾ മജോറിറ്റിന്ന് അപ്പുറത്തേക്ക് വി. ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് 70 മുതൽ 75 സീറ്റ് വരെ ഇടതുമുന്നണിക്ക് ലഭിക്കുമെന്നാണ്. എങ്ങനെ പോയാലും അത് 55 സീറ്റിൽ കുറയില്ല എന്ന് CPM കേന്ദ്രങ്ങൾ ഉറപ്പിക്കുന്നു. 5 ഇരട്ടി സീറ്റ് വേണം കോൺഗ്രസിന്. കഴിഞ്ഞ തവണത്തെ പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഇവിടെ നഗരസഭാ ഭരണം കൈയാളണമെങ്കിൽ അവർക്ക് വേണ്ടത് 51 സീറ്റാണ്. ഇപ്പോൾ നിലവിലുള്ളത് 10 ആണ്. 10ൽ നിന്ന് 51 എത്തുന്ന വലിയ ഒരു കടമ്പയാണ് അവർക്ക് മുന്നിലുള്ളത്. അത് നടപ്പാകുമെന്ന് തന്നെയാണ് മുരളീധരൻ ഉൾപ്പെടെ നേതാക്കളുടെ പ്രതീക്ഷയും അവകാശവാദവും. ഏതായാലും ഇതാണ് തിരുവനന്തപുരം നഗരസഭ സംബന്ധിച്ച് 3 മുന്നണികളുടെയും അവകാശവാദം. അതിശക്തമായ ത്രികോണ പോരാട്ടം തലസ്ഥാനത്ത് നടന്നുവെന്ന് വ്യക്തമാണ്. പദവിയിൽ നിന്ന് വ്യത്യസ്തമായി കോൺഗ്രസ് ആദ്യഘട്ടം മുതൽ ഇത്തവണ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണരംഗത്ത് ആദ്യഘട്ടമെങ്കിലും മുന്നേറാൻ കഴിയും. പക്ഷേ പിന്നീട് ഇടതുമുന്നണിയും BJPയും ഒക്കെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുമ്പോൾ അവരും ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി മുകളിലേക്ക് എത്തിയ സാഹചര്യം പ്രചരണ രംഗത്ത് ഉണ്ടായിരുന്നു. ഏതായാലും ആർക്കാണ് ഈ
തിരുവനന്തപുരം നഗരം ഭരിക്കാനുള്ള അധികാരം ജനങ്ങൾ നൽകുക എന്ന് ഇനി 2 ദിവസത്തിനകം അറിയാൻ കഴിയും. ഏതായാലും ഈ ശനിയാഴ്ച അറിയാൻ കഴിയും. അതിനുള്ള വോട്ടെല്ലാം പെട്ടിയിലായി കഴിഞ്ഞു. അവകാശവാദങ്ങളും ഈ അമിത പ്രതീക്ഷകളുടെ ഭാരവുമൊക്കെ ശനിയാഴ്ച രാവിലെ ഏതാണ്ട് ഒരു 11 മണി വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഒരേ ഒരു മുന്നണിക്ക്, ഒരേ ഒരു പാർട്ടിക്കാകും ഇവിടെ നഗരസഭ ഭരിക്കാനുള്ള അധികാരം. അത് BJP ആണോ, CPM ആണോ, കോൺഗ്രസ് ആണോ എന്നാണ് ഇനി അറിയേണ്ടത്. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ BJPയുടെ പ്രതീക്ഷയൊക്കെ കേട്ടു. അടുത്തതായി നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത്. കോട്ടയത്ത് ഇതുവരെ 70% പോളിംഗ് ആണ്. ഭേദപ്പെട്ട പോളിംഗ് ഉണ്ട്. ഇപ്പോഴും പോളിംഗ് ബൂത്തുകളിൽ ക്യൂ ഉണ്ട്. ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, 70% എത്തുന്നു. നഗരസഭ നോക്കുകയാണെങ്കിൽ ചങ്ങനാശ്ശേരിയിലും കോട്ടയത്തുമൊക്കെ അത്ര മികച്ചതെന്ന് പറയാനാവില്ലെങ്കിലും ഭേദപ്പെട്ട പോളിംഗ്. എന്താണ് പൊതുവെ കോട്ടയത്തെ സ്ഥിതി? ഇപ്പോഴും ക്യൂ, വോട്ടർമാർ ഇപ്പോഴും എത്തുന്നുണ്ടോ? വോട്ടർമാർ ഇപ്പോഴും കാത്തു നിൽക്കുന്നുണ്ടോ? ചിലയിടങ്ങളിൽ വോട്ടർമാരുടെ നീണ്ട ക്യൂ ഉണ്ട് എന്ന് തന്നെയാണ് ശ്രീജ നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അയ്മനം പഞ്ചായത്തിലെ 20-ാം വാർഡായ പരിപ്പ് സ്കൂളിൽ അവിടെ ഏതാണ്ട് 60 പേർക്കോളം ഇനിയും ടോക്കൺ കൊടുത്ത് അവർ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് 6 മണിക്ക് ടോക്കൺ കൊടുത്തവരുടെ കണക്കാണ് നമ്മളിപ്പോൾ പറയുന്നത്. അതായത് ഒരു 6:30 വരെയെങ്കിലും അവിടെ വോട്ടിംഗ് നീളാനുള്ള സാധ്യതയുണ്ട്. രാവിലെ മുതൽ ഇവിടെ അല്പം മന്ദഗതിയിലാണ് പോളിംഗ് നടന്നത് എന്നാണ് ഉയർന്ന ആരോപണം. എന്തായാലും പൊതുവിൽ ഈ കോട്ടയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 73% പരം വോട്ടിംഗ് നടന്ന സ്ഥലമാണ്. അതിന് മുൻപത്തെ വർഷം ഏതാണ്ട് 78% കാര്യങ്ങൾ പോയതുമാണ്. അവിടെയാണ് കോവിഡ് സമയത്ത് ഏതാണ്ട് 73-ലേക്കും പിന്നീട് അതിന് ഈ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ഏതാണ്ട് ഒരു 70%-ലേക്കും കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് എടുത്ത് പറയാൻ കഴിയുന്നത്. ഇനിയും ഒരുപക്ഷെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് 16 ലക്ഷം വോട്ടർമാരിൽ 11,48,883 വോട്ടർമാരാണ് ഈ 6 മണി വരെയുള്ള ഏതാണ്ടുള്ള ഒരു കണക്ക്. ഈ വോട്ടിംഗ് നില ഇനിയും കൂടാൻ തന്നെയാണ് സാധ്യതയുള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ പലയിടത്തും നേരിയ തോതിൽ പാലയ്ക്ക് സമീപം നീലൂരിൽ ചില സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ കോട്ടയത്ത് നഗരത്തോട് ചേർന്ന് SH മൗണ്ടിലെ ബൂത്തിലും ചെറിയ സംഘർഷം ഉണ്ടായിട്ടുണ്ട്. അതൊന്നും കാര്യപ്പെട്ടൊരു സംഘർഷത്തിലേക്ക് വ്യാപിക്കുന്ന നിലയിലുള്ള ചെറിയ ചില തർക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും വലിയ അവകാശവാദങ്ങൾ മുന്നണികൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇടതുമുന്നണി കൺവീനർ കൂടിയായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജില്ലാ അധ്യക്ഷൻ ലോപ്പസ് മാത്യു അല്പസമയം മുമ്പ് പറഞ്ഞത് വലിയ വിജയം, ഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളിലും വലിയ വിജയം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. ഇപ്പുറത്ത് UDF ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. BJPയും വളരെ മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് പൂഞ്ഞാർ ഉൾപ്പെടെ PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും ഒക്കെ ഇടങ്ങളിലൊക്കെ പല പഞ്ചായത്തുകളും അധികമായി പിടിക്കുമെന്നവർ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും BJP എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തിലും അക്കൗണ്ട് തുറക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഇപ്പുറത്ത് UDFനെ സംബന്ധിച്ച് തിരിച്ചുവരവ് എന്നുള്ളത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഒരുപക്ഷെ ഇടതുമുന്നണിയോ അല്ലെ BJPയോ പോലെ അല്ല, അതിനപ്പുറത്തേക്ക് കോട്ടയം പോലെ ഒരു തട്ടകത്തിൽ UDFന് തിരിച്ചു വരിക എന്നുള്ളത് അത്രയധികം പ്രാധാന്യമുള്ള ഒരു പോരാട്ടമായി മാറുകയാണ്. അതിനുള്ള ഉത്തരമാണ് കേരള രാഷ്ട്രീയത്തിൽ UDFന്റെ സാധ്യതകൾ എങ്ങനെ എന്നുള്ളതിൽ വളരെ നിർണായകമായ ഉത്തരം നൽകിയിരുന്ന ഒരു ജില്ലയാണ് കോട്ടയം. ആ ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലവും ആ നിലയിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. ശനിയാഴ്ച അതുകൂടിയാണ് നിർവചിക്കപ്പെടുന്നത്. ഈരാറ്റുപേട്ടയിലൊക്കെ കണക്കുകൾ മികച്ച പോളിംഗ് 84% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അവസാന കണക്കുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. ഇനി നമ്മൾ കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഡാനി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന്. ഡാനി, എറണാകുളത്ത് ആണ് ഇപ്പോൾ നിലവിലുള്ളതിൽ സംസ്ഥാനത്ത് ഏറ്റവും മികച്ച പോളിംഗ് ശതമാനമുള്ളത്. ഏറ്റവും അവസാനം വരുന്ന കണക്കുകൾ അനുസരിച്ച് 73%-ലധികമാണ് പോളിംഗ്. ഇപ്പോഴും ക്യൂവിൽ ആളുകളുണ്ടോ? എന്താണ് എറണാകുളത്തെ സ്ഥിതി? എറണാകുളത്ത് പോളിംഗ് ശതമാനം ഉയരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ തവണത്തേത് 77% മുകളിലായിരുന്നു. ഇത്തവണ അതിന് മുകളിലേക്ക് വരുമെന്നാണ് തീർച്ചയാക്കുന്നത്. കാരണം ഇപ്പോൾ 73% മുകളിലേക്ക് പോളിംഗ് ശതമാനം ഇപ്പോഴേ ഉയർന്നിട്ടുണ്ട്. ഒടുവിലൊരു അന്തിമ ഘട്ടത്തിലേക്ക് അതിൻ്റെ കണക്കുകളിലേക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം ഉയരും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അത് ആർക്ക് ഗുണമാകുമെന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഇതിൽ കൊച്ചിൻ കോർപ്പറേഷനിലെ
62.1 കഴിഞ്ഞ തവണത്തേതെങ്കിൽ ഇപ്പോൾ തന്നെ അത് 60 ദശാംശത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് ഇനിയും ഉയരാനുള്ള ഒരു സാധ്യതയാണ് വളരെ സജീവമായിട്ട് നിലനിൽക്കുന്നത്. പൊതുവിൽ പോളിംഗ് തുടക്കത്തിൽ വളരെ നല്ല രീതിയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്ന സ്ഥിതിയായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. പിന്നീട് ഉച്ചയ്ക്ക് ഒന്ന് മന്ദീഭവിച്ചെങ്കിലും പിന്നീട് വൈകുന്നേരത്തോടുകൂടി വീണ്ടും കാര്യങ്ങൾ കൂടുതൽ വോട്ടർമാരെ എത്തി തുടങ്ങി. ചിലയിടങ്ങളിൽ നഗര കേന്ദ്രീകൃതമായ ചിലയിടങ്ങളിൽ വോട്ടർമാരുടെ എണ്ണത്തിൽ ഒരു കുറവ് വന്നിരുന്നു. വൈകുന്നേരവും എല്ലാം തന്നെ അത്തരം ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് നഗരം വിട്ടുള്ള മേഖലകളിലേക്കെല്ലാം തന്നെയും കൂടുതൽ വോട്ടർമാരെത്തുന്നു. പ്രത്യേകിച്ച് പ്രായമുള്ളവരെല്ലാം തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്ന ഒരു കാഴ്ച കൂടി ഇന്നുണ്ടായിരുന്നു. ഒപ്പം ഈ ബ്ലോക്ക് തലങ്ങളിൽ എല്ലായിടങ്ങളിലും തന്നെയും ഉയർന്ന പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. കാരണം ഇപ്പോഴേ അത് 75% മുകളിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഒരു സെപ്പറേറ്റ് റേഷ്യോ എടുക്കുമ്പോൾ അത് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നഗരസഭകളുടെ കാര്യത്തിലും വരുമ്പോഴും ഇതേ രീതിയിൽ തന്നെ പോളിംഗ് ഉയരുന്നു എന്നത് തന്നെയാണ്. വലിയ രീതിയിലുള്ള കൂട്ടലും കിഴിക്കലും എല്ലാം തന്നെ ഇപ്പോഴേ മുന്നണികൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ശക്തമായ മത്സരം നടക്കുന്നത് കൊച്ചി കോർപ്പറേഷനിലാണ്. പ്രത്യേകിച്ച് ഇതിൽ ഇത്തവണ 2020 അടക്കം ഇവിടെ വലിയ രീതിയിൽ മത്സരത്തിന് ഇറങ്ങുന്നു എന്നതാണ്. 76ഓളം ഡിവിഷനുകളിൽ പകുതിയിലധികത്തിലും 2020 മത്സരത്തിനുണ്ട്. അപ്പോൾ ഇത് ആരുടെ വോട്ട് ചോർത്തും എന്നതെല്ലാം തന്നെയാണ് വലിയ രീതിയിലൊരു ചർച്ചയിലേക്ക് വരുന്നത്. ഒപ്പം മറ്റു മേഖലകളിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണം നാളുകളായിട്ട് UDF കൈയാളുന്നതാണ്. അതിലേക്ക് ഭരണത്തിലേക്ക് തിരികെ എത്തുക എന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫലവത്താകുമോ എന്ന കാര്യം കൂടി കണ്ടറിയേണ്ടതുണ്ട്. കൊച്ചി കോർപ്പറേഷൻ നമുക്കറിയാം, അത് ഒരു ഗ്ലാമർ പോരാട്ടമാണ് കൊച്ചി കോർപ്പറേഷൻ്റെ തലപ്പത്തെത്തുക. ഒപ്പം തന്നെയും ഭരണം നിലനിർത്തുക എന്നതാണ് LDF ഇടതു മുന്നണി പ്രധാനമായും ഉദ്ദേശിക്കുന്ന. കഴിഞ്ഞ തവണ അത് UDF വിമതരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇക്കുറി അതിന് മാറ്റമുണ്ടാകും എന്നതാണ് UDF ക്യാമ്പുകളുടെ ഒരു വിലയിരുത്തലുണ്ടാകുന്നത്. പക്ഷേ റിബലുകൾ അടക്കമുള്ള ആളുകളുടെ വലിയ പ്രശ്നങ്ങൾ, തലവേദനകൾ UDFന് ഉണ്ട് നിശ്ചയമായും. ഒപ്പം തന്നെയും NDA BJP നേതൃത്വം നൽകുന്നു. ഇതിൽ വലിയ രീതിയിലുള്ളൊരു മുന്നേറ്റം BJP പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ 5 സീറ്റുകളായിരുന്നെങ്കിൽ ഇത്തവണ അത് 15-ലധികം എന്നതാണ് അവരുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ കൊച്ചിൻ കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്നത് BJP തന്നെ തീരുമാനിക്കുന്നൊരവസ്ഥയിലേക്ക് വരുന്നു. ഭരണം പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ രീതിയിലുള്ള ഒരു നിർണായക ശക്തിയായി തങ്ങൾ മാറുമെന്നൊരു പ്രതീക്ഷയാണ് കൊച്ചിൻ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം NDAക്കുള്ളത്. തൃപ്പൂണിത്തുറ നഗരസഭയിലേക്ക് വരുമ്പോൾ അവിടെ BJP ഇപ്പോൾ പ്രതിപക്ഷത്തുണ്ട്. അത് ഭരണപക്ഷത്തേക്ക് എത്താൻ തങ്ങൾക്ക് കഴിയുമെന്ന് ആവർത്തിച്ച് പല തവണ അവരത് പറയുന്നുണ്ട്. അങ്ങനെ സാധിക്കുമോ എന്നത് ഏതായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വളരെ ഉയർന്ന ശതമാനമാണ് പോളിംഗ് നിരക്ക് അവിടെയുള്ളത്. ഏതായാലും അതെല്ലാം തങ്ങൾക്ക് അനുകൂലമാകുമെന്നൊരു വിലയിരുത്തലുണ്ട്. ഏതായാലും ഈ രീതിയിലുള്ളൊരു കൂട്ടലും കിഴിക്കലുമായിട്ട് മുന്നോട്ട് പോവുകയാണ് എറണാകുളം ജില്ല. ശരി, ഇനി പത്തനംതിട്ടയിലേക്കാണ് നമ്മൾ പോകുന്നത്. പത്തനംതിട്ടയിൽ 65.76% ഏറ്റവും അവസാനം ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം. ശശിനാരായണൻ പത്തനംതിട്ടയിലെ വിവരങ്ങൾ നൽകും. ശശി, ഇപ്പോൾ പോളിംഗ് സമയം അവസാനിച്ചിരിക്കുന്നു. എന്താണ് നിലവിലെ സ്ഥിതി? ശ്രീജ, ഇപ്പോൾ അവസാനം ഈ വോട്ടിംഗ് എല്ലാം പോളിംഗിന് ശേഷം ഉള്ള അവസാന കണക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് 65.99 പോളിംഗ് ശതമാനം. നിലവിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിലാണ് 69% നിലവിലുള്ള പോളിംഗ് ശതമാനം. പക്ഷേ അതിൽ നിന്നും ഇനിയും കണക്കുകൾ വരാനുണ്ട്. ആ കണക്കുകൾ വന്നതിന് ശേഷമായിരിക്കും ഓരോ സ്ഥലത്തുമുള്ള പോളിംഗ് ശതമാനം വർദ്ധിക്കുക. ഏതായാലും പന്തളത്താണ് ഇതുവരെയുള്ള കണക്ക് വെച്ച് നഗരസഭയിലെ വെച്ച് നോക്കുമ്പോൾ പന്തളത്താണ് 70.07% പോളിംഗ് നടന്നിട്ടുള്ളത്. മറ്റ് നഗരസഭയുടെ മറ്റ് വാർഡുകളിലെല്ലാം സമാനമായ രീതിയിൽ നേരിയ തോതിൽ കുറവുണ്ട്. പക്ഷേ അതേസമയം പോളിംഗിന് കഴിഞ്ഞ പ്രാവശ്യത്തെ സമയത്ത് 2020 നടന്ന പോളിംഗ് സമയത്തിലേക്ക് എത്താനുള്ള സാധ്യത ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ വരാൻ സാധ്യത. കാരണം 69% വരുമെന്നാണ് നമുക്ക് അവസാന ഘട്ടം പറയാനുള്ളത്. എന്തായാലും മികച്ചൊരു പോളിംഗ് ശതമാനം ഉണ്ടായിരുന്നു. രാവിലെയാണ് എല്ലാ ബൂത്തുകളിലും വലിയ തോതിൽ ഈ പോളിംഗ് നടന്നിട്ടുള്ളത്. ഉച്ചയ്ക്ക് ശേഷം മന്ദഗതിയിലാണ് നടത്തുന്നത്. അതിൻ്റെതായ പോരായ്മകൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും അവസാന കണക്കുകൾ വരുമ്പോഴായിരിക്കും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് വിവരങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും പന്തളം, തിരുവല്ല, പത്തനംതിട്ട നഗരസഭകളിൽ അതുപോലെ തന്നെ ഇവിടുത്തെ പോളിംഗ് ശതമാനം കൂടെ എല്ലാം കൂട്ടുമ്പോൾ അവസാന കണക്കൂടെ കൂട്ടി വരുമ്പോൾ ഒരു പക്ഷേ 69% എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്ര ഒരു വിവരം കൂടി ഇനി പുറത്തു വരാറുണ്ട്. എന്തായാലും ആ കണക്കുകൾ എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും
വാശിയേറിയ ഒരു മത്സരം തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കണക്കുകൾ പരിശോധനകൾ വിലയിരുത്താൻ കഴിയുന്നത്. അതായത് പഞ്ചായത്ത് തലത്തിലും അതുപോലെ തന്നെ ബ്ലോക്ക് തലത്തിലും ജില്ലാ പഞ്ചായത്ത് തലത്തിലൊക്കെ വോട്ട് നേരിയ തോതിൽ വർധനവ് പത്തനംതിട്ടയിലുണ്ട്. അത് ഈ ഉച്ചയ്ക്ക് ശേഷം ആണ് ഈ പറഞ്ഞ മലയോര മേഖല അടക്കം ഒരു നേരിയ തോതിൽ കുറവ് ഉണ്ടായിട്ടുള്ളത്. എന്നും ഉള്ള കണക്കുകൾ എടുത്തിരിക്കുന്ന അവസ്ഥ നമുക്കിത് കൃത്യമായി പറയാൻ കഴിയുകയില്ല. ശരി, ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ നിന്ന് ഇനി ആലപ്പുഴയിലെ കണക്കുകൾ നോക്കാം. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ ആദ്യഘട്ടത്തിൽ ആലപ്പുഴയിലും എറണാകുളത്തുമാണ്. ആലപ്പുഴയിൽ 5:30 വരെ 72.74% വോട്ടിംഗ്. ശരണ്യ സ്നേഹജൻ വിവരങ്ങൾ നൽകും. ശരണ്യ, ആവേശകരമായ ഒരു പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്തുനിന്ന് രാവിലെ മുതലുള്ളത്. ഈ അവസാന കണക്കുകളിലേക്ക് എത്തുമ്പോൾ ഇത് എത്ര വരെ പോകാൻ സാധ്യതയുണ്ട്? ശ്രീജ, ആലപ്പുഴയിൽ ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇപ്പോഴും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 73.12% അത് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. തുടക്കം മുതൽ തന്നെ രാവിലെ മുതൽ തന്നെ ആലപ്പുഴയിൽ കനത്ത പോളിംഗ് ആയിരുന്നു. ഏകദേശം 11 മണിയോടുകൂടി തന്നെ 21% മുകളിലേക്ക് പോളിംഗ് നില എത്തി. ഉച്ചയോടുകൂടി അത് ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. 77% ആണ് കഴിഞ്ഞ തവണത്തെ പോളിംഗ് കണക്കുകൾ ഉള്ളത്. എന്നാൽ അതിന് മുകളിലേക്ക് പോകുമെന്നറിയില്ല. എന്തായാലും 6 മണിക്ക് ശേഷവും കായംകുളം MSM കോളേജ് സ്കൂളുകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ MSM സ്കൂളുകൾ ഉൾപ്പെടെ വലിയ നിര ഉണ്ടായിരുന്നു പുറത്ത് എന്നുള്ളതാണ്. പലയിടത്തും വോട്ടിംഗ് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. 6 മണിക്ക് മുമ്പ് കോമ്പൗണ്ടിൽ പ്രവേശിച്ച ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള അനുവാദം നൽകുന്നുണ്ട്. എന്തായാലും ആലപ്പുഴ അത്തരത്തിൽ വലിയ രീതിയിൽ, അതായത് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ വലിയ വാശിയേറിയ പ്രചാരണമാണ് ആലപ്പുഴയിൽ സംഘടിപ്പിച്ചിരുന്നത്. അതേ ആ ഒരു റിസൾട്ട് തന്നെ പോളിംഗ് ദിനത്തിലേക്ക് കടക്കുമ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ പരമാവധി വോട്ടർമാരെ എത്തിച്ച് അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ കനത്ത പോളിംഗ് അത് ആർക്ക് അനുകൂലമായി മാറുമെന്നുള്ള ചർച്ചകളുമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മറ്റെന്തെങ്കിലും അടിയൊഴുക്കുകളാണോ സംഭവിക്കുന്നതെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും രാവിലെ മുതൽ തന്നെ പ്രമുഖ നേതാക്കന്മാരെല്ലാം ആലപ്പുഴയിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് KC വേണുഗോപാൽ MP ആണ്. അദ്ദേഹം കൈതവന പള്ളിയോട് ചേർന്നുള്ള ഓഡിറ്റോറിയത്തിലാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. അതിനുശേഷം രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കൾ എത്തി. ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും G. സുധാകരൻ പറവൂർ HSSലെത്തി വോട്ട് രേഖപ്പെടുത്തി. VS അച്യുതാനന്ദൻ ഇല്ലാത്ത ആലപ്പുഴ ജില്ലയുടെ ആദ്യത്തെ തിരഞ്ഞെടുപ്പായിരുന്നു ഇത്തവണ നടന്നത്. VSന്റെ മകൻ അരുൺകുമാറും ഭാര്യ വസുമതിയും കുടുംബാംഗങ്ങളും എത്തി പുന്നപ്പറ താലോലം സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഉച്ചയോടുകൂടി വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയതോടെ പ്രമുഖരുടെ നിര കഴിഞ്ഞു. മന്ത്രി സജി ചെറിയാൻ, P. പ്രസാദ് MLA, ഒപ്പം തന്നെ PP ചിത്തരഞ്ജൻ തുടങ്ങിയ H. സലാം MLA തുടങ്ങിയ ആളുകളും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് തെരഞ്ഞെടുപ്പ് ദിവസമായിരുന്നിട്ട് പോലും വിവാദങ്ങളുടെ നടുക്കായിരുന്നു ആലപ്പുഴ. അതായത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ട ചില കാര്യങ്ങൾ SITക്ക് മുന്നിൽ താൻ നിർണായകമായ വിവരങ്ങൾ കൈമാറുമെന്ന് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം രമേശ് ചെന്നിത്തല അറിയിച്ചു. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചില വിഷയങ്ങൾ, അതിനകത്ത് ചില നിർണായക വിവരങ്ങൾ തനിക്കൊരു വ്യവസായിയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. ആ വിവരങ്ങൾ താൻ SITക്ക് കൈമാറും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അറിയിച്ചത്. അത്തരത്തിൽ അതായത് ശബരിമലയിൽ നിന്ന് കടത്തിയ സാധനങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ മാർക്കറ്റിൽ വിറ്റു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയത്. അത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അദ്ദേഹം നാളെ പങ്കുവയ്ക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സുഗമമായ ആലപ്പുഴയിൽ വോട്ടിംഗ് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. ഇപ്പോഴും ആ ഒരു പല സ്റ്റേഷനുകളിലും പോളിംഗ് തുടരുന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ അകത്തെത്തിയ ആളുകളാണ്. വളരെയധികം രാഷ്ട്രീയമായി വളരെയധികം വിഷയങ്ങൾ ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ്. കാരണം നമുക്കറിയാം, സ്വർണ്ണപ്പാളിയും രാഹുൽ മാങ്കൂട്ടവും അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിനുമപ്പുറം ആലപ്പുഴയ്ക്ക് സ്വന്തമായ രാഷ്ട്രീയ വിഷയങ്ങൾ കൂടി ഉണ്ടായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. പ്രത്യേകിച്ച് കരിമണൽ ഖനനം അടക്കമുള്ള വിഷയങ്ങൾ, നെൽകർഷകരുമായി ബന്ധപ്പെട്ടുള്ള നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ CPM കുട്ടനാട്ടിൽ, പ്രത്യേകിച്ച് ഇടതുകോട്ടയായ കുട്ടനാട്ടിൽ CPM വേറിട്ട് 5 പഞ്ചായത്തുകളിൽ മത്സരിക്കുന്നു എന്നിങ്ങനെ അത്തരത്തിൽ ഒരുപാട് വ്യത്യസ്തതകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ദിനമായിരുന്നു ആലപ്പുഴയിൽ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ശ്രീജ. ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. ഇനി ഇടുക്കിയിൽ നിന്ന് പ്രിൻസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. പ്രിൻസ്, മോശമല്ലാത്തൊരു പോളിംഗ് ശതമാനം തന്നെയുണ്ട്. 70.26% അവസാന ഘട്ടത്തിൽ ഏറ്റവും അവസാനം വരുന്ന കണക്കുകൾ അനുസരിച്ച്. ഇപ്പോഴും ക്യൂ ഉണ്ടോ? എന്തൊക്കെയാണ് അവിടെ പൊതുവെ ഇന്നത്തെ വോട്ടിംഗ് ദിനം എങ്ങനെയായിരുന്നു? മികച്ച പോളിംഗ് തന്നെ ഇടുക്കിയിൽ നിന്ന് നമുക്ക് പറയാൻ കഴിയും. അവസാന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അവസാന നിമിഷങ്ങളിൽ
നിമിഷങ്ങളിൽ ഇപ്പോഴും ക്യൂവിൽ തുടരുന്ന ചുരുക്കം ചില പോളിംഗ് ബൂത്തുകളുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട നഗരസഭകളിലടക്കം മികച്ച പോളിംഗ് നടന്നിട്ടുണ്ട്. അവസാന കണക്ക് പ്രകാരം തൊടുപുഴയിൽ 76.83% പോളിംഗ് നടന്നിട്ടുണ്ട്. കട്ടപ്പനയിൽ 69%-ലധികം പോളിംഗ് നടന്നു. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നെടുങ്കണ്ടം, തൊടുപുഴ, അടിമാലി തുടങ്ങിയ ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ മികച്ച പോളിംഗ് തന്നെ നടന്നിട്ടുണ്ട്. മിക്ക ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലും 70% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ജില്ലയിൽ നിലവിൽ മികച്ച രീതിയിലുള്ള പോളിംഗ് ആണ് നടന്നത്. രാവിലെ തോട്ടം മേഖലയിൽ, പ്രത്യേകിച്ച് ഹൈറേഞ്ചിൽ കനത്ത പോളിംഗ് ആയിരുന്നു. രാവിലെ തോട്ടം തൊഴിലാളികളൊക്കെ അടക്കമുള്ളവർ രാവിലെ തന്നെ വോട്ടിംഗ് രേഖപ്പെടുത്താനായി പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരുന്നു. ഇതിനുശേഷം ഉച്ചയോടൊക്കെ അടുത്ത് അല്പം പോളിംഗ് മന്ദഗതിയിലായെങ്കിലും പിന്നീട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ മികച്ച പോളിംഗ് തന്നെ എല്ലാ മേഖലകളിലും നടന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കനത്ത പോരാട്ടം തന്നെയായിരുന്നു വിവിധ മേഖലകൾ. പ്രത്യേകിച്ചും ഹൈറേഞ്ചിലടക്കം CPM-ന്റെ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഉണ്ടായ മേഖലകളിലൊക്കെ UDF കൃത്യമായൊരു പ്രചാരണമൊക്കെ നടത്തി പഞ്ചായത്തുകൾ തിരിച്ചുപിടിക്കാനും ഒക്കെയുള്ള വലിയ പോരാട്ടം തന്നെ നടന്ന ഒരു സാഹചര്യത്തിൽ വലിയ ശക്തമായൊരു പോരാട്ടം തന്നെയാണ് ഇടുക്കിയിലെ വിവിധ മേഖലകളിൽ, ഗ്രാമ മേഖലകളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലും ലോറേഞ്ചിലും എല്ലാം വലിയ തോതിലുള്ള പ്രചാരണമൊക്കെ ഉണ്ടായി. ഏതായാലും രാവിലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളായ മന്ത്രി റോഷി അഗസ്റ്റിനും TJ ജോസഫ്, MLA മണിയും ഒക്കെ അവരുടെ ബൂത്തുകളിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. പോളിംഗ് സ്റ്റേഷനിലെത്തി വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. അപ്പം ഇടുക്കി രൂപതാധ്യക്ഷനും അടക്കമുള്ളവർ വോട്ടുകൾ രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും മികച്ച രീതിയിലുള്ള പോളിംഗ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അപേക്ഷിച്ച് കനത്ത മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രചാരണത്തൊക്കെ നേരിയ തോതിൽ ബാധിച്ചെങ്കിലും ഇന്ന് മഴയൊക്കെ മാറി നിന്നതും കാലാവസ്ഥ അനുകൂലമായതും ഇടുക്കിയിലെ പ്രത്യേകിച്ചും തോട്ടം മേഖലകളിലും ഉൾമേഖലകളിലെ ഉൾപ്രദേശങ്ങളിലൊക്കെ മികച്ച പോളിംഗ് ഉണ്ടാകാനുള്ള ഒരു ഇടയാക്കി. പ്രത്യേകിച്ച് ഇടമലക്കുടി പോലുള്ള ഉൾനാടൻ പ്രദേശങ്ങളിൽ അവർക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഉദ്യോഗസ്ഥരെത്തി അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ചെയ്തിരുന്നു. അതിനുള്ള നടപടികളെല്ലാം പൂർത്തീകരിച്ചിരുന്നു. ഇടമലക്കുടി അടക്കമുള്ള ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിലും അപ്പോൾ ഉൾനാടൻ ഗ്രാമപഞ്ചായത്തുകൾ വട്ടവട, കാന്തല്ലൂർ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം മികച്ച രീതിയിലുള്ള പോളിംഗ് സജ്ജീകരിക്കുന്നുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ആനുപാതികമായ ഒരു പ്രതികരണവും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. എന്തായാലും കേരള കോൺഗ്രസിന്റെ സാഹചര്യവും ജില്ലയിലെ ഇത്തവണത്തെയും കഴിഞ്ഞ നിലവിലെ സാഹചര്യങ്ങളിലും വിലയിരുത്തേണ്ടതുണ്ട്. കാരണം കഴിഞ്ഞ തവണയൊക്കെ കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നതിനു ശേഷം മികച്ചൊരു മുന്നേറ്റം ഇടതുപക്ഷത്തിന് ജില്ലയിലെ പഞ്ചായത്തുകളിലും നഗരസഭകളിലും ഒക്കെ ഉണ്ടാകാൻ സാധിച്ചിട്ടുണ്ട്. അത് നിലനിർത്താനാവുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ചും ഹൈറേഞ്ച് മേഖലകളിലെ കേരള കോൺഗ്രസിന്റെ സ്വാധീനം എത്തരത്തിൽ ഈ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് ഇടുക്കി മന്ത്രി റോഷി പ്രതികരിക്കുന്ന ഇടുക്കി നിയോജക മണ്ഡലത്തിലും ഒപ്പം സമീപത്തുള്ള ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിലും ഈ പ്രത്യേകമായും കേരള കോൺഗ്രസ് എമ്മിന് സ്വാധീനമുള്ള മേഖലകളിൽ എത്ര ഭാഗത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെന്നും കാത്തിരിക്കുന്നതാണ്. എന്തായാലും ജില്ലയിൽ മികച്ച രീതിയിലുള്ള പോളിംഗാണ് ഇത്തവണ നടന്നിരിക്കുന്നത്. ശരി, പ്രിൻസാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ജില്ലയിലെ വിവരങ്ങളുമായി വിനീഷ് ഉണ്ട്. വിനീഷ്, കൊല്ലത്ത് നിലവിൽ എന്താണ് സ്ഥിതി? അവസാന കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം പോളിംഗ് ശതമാനം ഉയരാൻ സാധ്യതയുണ്ട്? മികച്ച പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 22,71,343 വോട്ടർമാരാണ് ജില്ലയിൽ മൊത്തത്തിലുള്ളത്. ഇതിൽ 15,68,839 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. 8,56,597 സ്ത്രീ വോട്ടർമാരും അതുപോലെ തന്നെ 7,12,214 പുരുഷ വോട്ടർമാരുമാണ് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ 5 ട്രാൻസ്ജെൻഡേഴ്സ് വോട്ട് ചെയ്തതായും കണക്കുകളുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ 4 നഗരസഭകളാണ് പ്രധാനമായിട്ടും 4 നഗരസഭകളാണ് ഉള്ളത്. ഇതിൽ പരവൂർ, പുനലൂർ, കരുനാഗപ്പള്ളി, കൊട്ടാരക്കര എന്നീ നഗരസഭയിൽ കരുനാഗപ്പള്ളി നഗരസഭയിലാണ് 72.19% പോളിംഗ് രേഖപ്പെടുത്തിയത്. മറ്റ് നഗരസഭകളിലെല്ലാം 65-67% ആണ് രേഖപ്പെടുത്തിയത്. അതുപോലെ തന്നെ ഈ ബ്ലോക്കുകളുടെ പറയുകയാണെങ്കിൽ 11 ബ്ലോക്കുകളാണ് ജില്ലയിലുള്ളത്. മികച്ച പോളിംഗ് ആണ് എല്ലാ ബ്ലോക്ക് പരിധിയിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓച്ചിറയിലും ശാസ്താംകോട്ടയിലുമാണ് 71.75% പോളിംഗ് രേഖപ്പെടുത്തിയത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ മികച്ച പോളിംഗ് തന്നെയായിരുന്നു. രാവിലെ തന്നെ ഒരു മന്ദഗതിയിൽ പോളിംഗ് ആരംഭിച്ചുവെങ്കിലും പിന്നീട് മികച്ച പോളിംഗിലേക്ക് മാറിയ ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി, രാഷ്ട്രീയ സംഘർഷങ്ങൾ അടക്കം ഉണ്ടായി. അതുപോലെ തന്നെ കള്ളവോട്ടിടുന്നതുമായി ബന്ധപ്പെട്ട് 5 പേര് കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയതായിട്ടാണ് അറിയുന്നത്. ചില സംഘർഷത്തിൽ CPM BJP സംഘർഷത്തിൽ 3 പേർക്ക് പരിക്കേറ്റ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ
ടൈമിൽ ഇടതുപക്ഷത്തിന് വലിയ രീതിയിൽ സ്വാധീനമുള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. അതുപോലെ തന്നെ ഈ നഗരസഭയും കോർപ്പറേഷനും എല്ലാം നിലനിർത്താനുള്ള വലിയൊരു ശ്രമത്തിൽ തന്നെയാണ് ഇടതുപക്ഷം. അതുപോലെ തന്നെ ഈ നഷ്ടപ്പെട്ട വാർഡുകളും സീറ്റുകളെല്ലാം തന്നെ തിരിച്ചു പിടിക്കാനുള്ള വലിയ ശ്രമത്തിൽ തന്നെയായിരുന്നു മറ്റു മുന്നണികളും. കഴിഞ്ഞ ദിവസം തന്നെ ഈ നിശബ്ദ പ്രചരണം അടക്കം അവർ നടത്തുകയും അവരുടേതായ വോട്ടുകളെല്ലാം തന്നെ ഉറപ്പുവരുത്തുകയും ചെയ്തു. പരമാവധി വോട്ടർമാരെ പോയി കാണുകയും എല്ലാം ചെയ്തിരുന്നു. പക്ഷേ നല്ല രീതിയിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയതുകൊണ്ട് മൂന്ന് മുന്നണികളും വലിയ രീതിയിലുള്ള വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. ശ്രീജ, ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത് കൊട്ടാരക്കരയിൽ നിന്ന്. സംസ്ഥാനത്ത് ആദ്യഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് പൂർത്തിയാവുമ്പോൾ ഏതാണ്ട് 70% അവസാനം വരുന്ന കണക്ക്. മികച്ച പോളിംഗ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് എറണാകുളത്തും ആലപ്പുഴയിലുമാണ്. ഏറ്റവും കുറവ് നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാന കണക്കുകൾ ഇനിയും വരാനുണ്ട്. പലയിടത്തും നീണ്ട ക്യൂ ഇപ്പോഴുമുണ്ട്. ഇതിനിടയിൽ ചില തർക്കങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി. അതിൽ പ്രധാനം തിരുവനന്തപുരത്ത് വഞ്ചിയൂരായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഞ്ചിയൂരിൽ സംഘർഷമുണ്ടായി. CPM കള്ളവോട്ട് ചെയ്തെന്ന ആരോപണവുമായി BJP രംഗത്തെത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. CPMന്റെ നേതൃത്വത്തിൽ 100-ലേറെ പേർ കള്ളവോട്ട് ചെയ്തെന്നും വാർഡിൽ റീപോളിംഗ് വേണമെന്നും BJP ആവശ്യപ്പെട്ടു. റോഡിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടായി. അതേസമയം കയ്യേറ്റം ചെയ്തത് സഹികെട്ടുള്ള പ്രതികരണമായിരുന്നു എന്ന ആരോപണം നിഷേധിച്ച ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തമാക്കി. കള്ളവോട്ട് ചെയ്തതിന് തെളിവുണ്ടോ? കള്ളവോട്ട് ചെയ്തതിന് തെളിവുണ്ടോ? ഇല്ല. ഞാൻ വഞ്ചൂര് താമസിക്കുന്ന ആളാണ്. ഇതാണ് എന്റെ ഇലക്ഷൻ ID കാർഡ്. ഞാൻ ഈ വാർഡിൽ താമസിക്കുന്ന വ്യക്തിക്ക് എനിക്ക് കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ വന്നാണ് ഞാൻ വോട്ടിട്ടത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് കള്ള വോട്ടിടേണ്ട ആവശ്യം എന്താ? എനിക്ക് ഇവിടെ മാത്രമേ വോട്ടുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ മാത്രമേ വോട്ടുള്ളൂ. കഴിഞ്ഞ വർഷവും വന്ന് ഈ വായനശീല വന്നാണ് വോട്ട് ചെയ്തത്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ എന്താണ് പൊക്കി പിടിച്ചോണ്ട് വന്നത്? ഞങ്ങൾ രാവിലെ വോട്ട് ഇടാൻ വന്ന സമയത്ത് അവരെ വന്നിട്ട് ഒരു 6 സ്ത്രീകൾ വന്നിട്ട് പറയുന്നു ഇവര് കള്ള വോട്ടിടാൻ വന്ന് ഈ ട്രാൻസ്ജെൻഡേഴ്സിന് ഇവിടെ വോട്ടില്ലെന്ന് പറഞ്ഞു. ഇവര് തിരക്കിയിട്ടാണ് വന്നത്, അല്ലല്ലോ. പിന്നെ കുറേ നേരം കൊണ്ട് വന്ന് ശല്യം ചെയ്യാൻ സഹിക്കാൻ പറ്റാതെ നമ്മൾ വോട്ടിട്ട് ഇറങ്ങി വന്ന സമയത്ത് കണ്ടാൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആ നീല ഉടുപ്പിട്ട ഷർട്ടിട്ട ആള്. പുള്ളി വന്ന് മൊബൈൽ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് അനാവശ്യങ്ങൾ പറയാനും സംസാരിക്കാനും എടാ പോടാന്ന് വിളിക്കാനും ജെൻഡർ ആക്ഷേപിക്കാനും ഇതിന്റെയൊക്കെ അവകാശം ആർക്ക് കൊടുത്തത്? ഇയാൾക്ക് കൊടുത്തിട്ടില്ലല്ലോ. സഹിയിട്ടാണ് ചെന്ന് ചോദിച്ചത്. വോട്ടർ പട്ടികയിൽ പേരില്ലാതിരുന്ന ട്രാൻസ്ജെൻഡർ വോട്ടർമാർക്ക് വഞ്ചൂരിലെ 2ാം നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാൻ അവസരമുണ്ടാക്കിയതിന് പിന്നിൽ ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ചുകൊണ്ടാണ് വഞ്ചൂരിൽ CPMഉം BJPയും തമ്മിൽ വാക്കേറ്റവും പിന്നീട് കയ്യേറ്റവും ഉണ്ടായത്. നട റോഡിലേക്ക് കയ്യേറ്റം വ്യാപിപ്പിക്കുന്ന തരത്തിലേക്ക് സംഘർഷം മാറുന്ന സാഹചര്യം ഉച്ച കഴിഞ്ഞാണ് ഉണ്ടായത്. രാവിലെ മുതൽ തന്നെ BJP CPM പ്രവർത്തകർ തമ്മിൽ ചില തർക്കങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട്, കള്ളവോട്ട് നടത്താനായി ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളായിരുന്നു BJP രാവിലെ മുതൽ ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതേസമയം തെറ്റായ വാദമാണ് BJP മുമ്പോട്ട് വെക്കുന്നത്. പരാജയ ഭീതി കാരണമാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് വ്യക്തമാക്കി സ്ഥാനാർത്ഥി കൂടിയായ LDFന്റെ സ്ഥാനാർത്ഥി കൂടിയായ വഞ്ചൂർ ബാബു രാവിലെ തന്നെ രംഗത്തെത്തിയിരുന്നു. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട വഞ്ചൂരിൽ ഉടലെടുത്തത്. തുടർന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറും 2 ACPമാരും അടങ്ങുന്ന വലിയൊരു പോലീസ് സംഘം സംഘർഷം അയവുവരുന്നതിനായി വഞ്ചൂരിൽ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു. ഏറെ നേരം ഈ പ്രതിഷേധക്കാരുമായി സംസാരിച്ചതിന് ശേഷമാണ് 2 വശങ്ങളിലേക്ക് പ്രതിഷേധക്കാരെ മാറ്റാൻ കഴിഞ്ഞത്. തുടർന്ന് BJP പ്രവർത്തകർ രേഖാമൂലം ACPക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അതിൽ പോലീസിന്റെ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. അതോടൊപ്പം UDF സ്ഥാനാർത്ഥിയും ഈ തെരഞ്ഞെടുപ്പിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ച് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വഞ്ചൂരിൽ ഉണ്ടായ സംഘർഷം മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള കൃത്യമായ ഇടപെടലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വോട്ടെടുപ്പ് അവസാനിച്ചതിന് ശേഷവും പോലീസിനോട് സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഉന്നത ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് വ്യാപകമായി കള്ളവോട്ട് നടന്നു എന്ന ആരോപണവുമായി K മുരളീധരൻ രംഗത്തെത്തി. ഒരു മന്ത്രിയുടെ നേതൃത്വത്തിലാണ് കള്ളവോട്ട് നടന്നതെന്നും കള്ളവോട്ട് കൊണ്ട് വിജയിക്കാൻ കഴിയില്ലെന്ന് വോട്ടെണ്ണൽ ദിനത്തിൽ CPMന് മനസ്സിലാകുമെന്നും K മുരളീധരൻ കൂട്ടിച്ചേർത്തു. രീതിയിൽ വ്യാജന്മാരെയാണ് ഇറക്കിയിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇവരെന്തൊക്കെ ചെയ്താലും ശരി, നിങ്ങളെ എത്ര കള്ളവോട്ടുകളെ ചെയ്താലും കള്ളവോട്ട് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ എത്ര നിങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് ഡിസംബർ 13 അറിയാം. ഞങ്ങളുടെ വിജയത്തിന് ഇതൊന്നും ബാധിക്കില്ല. പക്ഷേ
ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത്രയും ചീപ്പായിട്ടുള്ള കളി കളിക്കാൻ പാടില്ല. ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടില്ല. വിജയം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ 1 മണിക്കൂർ മാത്രമേ പോളിംഗ് ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ തൃപ്തിയുണ്ട്. എന്തെല്ലാം കള്ളത്തരം കാണിച്ചാലും ശരി, വഞ്ചിയൂർ ഉൾപ്പെടെ UDF ജയിച്ചിരിക്കും. പോളിംഗ് ശതമാനം അല്പം കുറവാണെങ്കിലും നമ്മുടെ തിരുവനന്തപുരം നഗരത്തിന്റെ ഒരു സ്വഭാവം അത്രയധികം മറ്റു ജില്ലകളുടെ അത്ര എത്താറില്ല. പക്ഷേ ചില വാർഡുകളിലൊക്കെ ഇതുപോലെ നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. എന്നാലും പൊതുവെ നോക്കിയാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വോട്ടുകൾ ചെതറി കിടക്കുക. പലർക്കും വോട്ട് കണ്ടുപിടിക്കാൻ തന്നെ പറയാം. ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2 പോളിംഗ് സ്റ്റേഷൻ. കിണവൂർ വാർഡിന്റെ കുറെ വോട്ടുള്ളത് മുട്ടണ ഭാഗത്ത്. ഇങ്ങനെ ആകെ ചെറിയ ഒരു കൺഫ്യൂഷൻ ധാരാളം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് ഇത്തവണ ചെന്ന് നോക്കുമ്പോൾ വോട്ടില്ല. കുറെ അഭ്യാസങ്ങൾ നടന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയും, കുഴപ്പമില്ല, ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. ഞാൻ കാലത്ത് പറഞ്ഞ സീറ്റിന്റെ നമ്പറിൽ ഒരു മാറ്റവും ഇല്ല. മിനിമം 55 സീറ്റ് വാങ്ങി UDF ഇത്തവണ നഗരം ഭരിക്കും. കള്ള വോട്ട് കൊണ്ട് പിടിക്കാൻ കഴിയില്ല എന്ന് ഇത്തവണ CPM-ന് മനസ്സിലായി. കൊട്ടിക്കയറി പ്രചാരണ പൂരത്തിനൊടുവിൽ പ്രവർത്തകരെ ആവേശത്തിലാക്കി കലാശക്കൊട്ടോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പരസ്യ പ്രചാരണത്തിനും ഇന്നത്തെ ദിവസം സമാപനമായി. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള പ്രവർത്തകർ വാദ്യമേളങ്ങൾക്കൊപ്പം നൃത്തം ചെയ്തും ആർപ്പുവിളികളുമായി മുന്നണികളുടെ ശക്തി പ്രകടനമായി സമാപനം മാറി. ആവേശകരമായ കൊട്ടിക്കലാശത്തിനിടെ മലപ്പുറത്ത് നേരിയ തോതിൽ സംഘർഷമുണ്ടായി. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. ലീഗിന്റെ പ്രചാരണ വാഹനം LDF പ്രവർത്തകർ തടഞ്ഞതാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്നാണ് ആരോപണം. പൂക്കോട്ടൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലായിരുന്നു സംഭവം. തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിനിടെ കാസർഗോഡ് തൃക്കരിപ്പൂരിലും സംഘർഷമുണ്ടായി. തൃക്കരിപ്പൂർ ടൗണിൽ BJP CPM പ്രകടനങ്ങളെ യൂത്ത് ലീഗ് പ്രവർത്തകർ തടയുകയായിരുന്നു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പരസ്യ പ്രചാരണമാണ് ഇന്ന് അവസാനിച്ചത്. നാളെ ഒരു ദിവസം നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ 7 ജില്ലകൾ വിധിയെഴുതും. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ ജില്ലകളിൽ നിന്ന് CV അനുമോദ്. മലപ്പുറത്ത് നിന്ന് ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലമാണ് കഴിഞ്ഞു പോകുന്നത്. അനുമോദ്, ആ ആവേശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു ഇന്നത്തെ കലാശക്കൊട്ടും. പക്ഷെ അവസാന നിമിഷം പൂക്കോട്ടൂരിൽ നിന്നുള്ള ചെറിയ സംഘർഷത്തിന്റെ വാർത്ത ഒഴിച്ചാൽ എങ്ങനെയുണ്ടായിരുന്നു കലാശക്കൊട്ട്? ശ്രീജ, പൂക്കോട്ടൂരിൽ നേരിയ സംഘർഷം മാത്രമാണ് മലപ്പുറത്ത് ചെറുതായിട്ടെങ്കിലും ഉണ്ടായ ഒരു പ്രശ്നമെന്ന് പറയാൻ. മറ്റെല്ലായിടത്തും തന്നെ സമാധാനപൂർവ്വമാണ് നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായിട്ട് കൂട്ടമായിട്ടുള്ള കലാശക്കൊട്ട് പാടലെന്ന പോലീസിന്റെ നിർദ്ദേശം എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് കലാശക്കൊട്ട് മിക്കയിടത്തും നടന്നത്. പക്ഷേ നഗരത്തിലെ
നഗരകേന്ദ്രങ്ങളിലെ വാർഡുകളിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തന്നെ നടന്നു. അതല്ലാതെ നമ്മൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ മറ്റു തെരഞ്ഞെടുപ്പിന്റെ സമയത്തോ കാണുന്നത് പോലെ ഒരിടത്ത് എല്ലാവരും ഒന്നിച്ചുകൊണ്ടുള്ള വലിയൊരു ആഘോഷം മലപ്പുറത്ത് ഉണ്ടായിരുന്നില്ല. ചിതറിപ്പോയ തരത്തിലായിരുന്നു ഒരു കലാശക്കൂട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തും ഉണ്ടായിരുന്നു. പക്ഷേ വലിയ അനിഷ്ട സംഭവങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. നേരിയ സംഘർഷങ്ങൾ, നേരിയ വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൂക്കോട്ടൂരിൽ നമ്മൾ കണ്ടതാണ്. പൂക്കോട്ടൂരിലെ UDF സ്ഥാനാർത്ഥി കടന്നു വരുന്നത് LDFന്റെ പ്രചരണത്തിന്റെ പ്രവർത്തകർക്കിടയിലൂടെ കടന്നു വരാൻ ശ്രമിച്ചത് ചെറിയ തോതിലൂടെ സംഘർഷ സാധ്യത ഉണ്ടാക്കി. പലയിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ 5 മണിക്കോ 5:30യോടെയൊക്കെ തന്നെ കലാശക്കോട്ട് അവസാനിപ്പിച്ചിരുന്നു. എന്താണെങ്കിലും ഇത്രയും ദിവസം നീണ്ടു നിന്നിരുന്ന വലിയ ഒരു ആവേശമുറ്റിയ പ്രചാരണത്തിന്റെ തിരശ്ശീല വീണിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചരണത്തിന്റെ ഒരു ദിവസമാണ് മുമ്പിലുള്ളത്. മലപ്പുറത്തെ സംബന്ധിച്ച് ഇക്കുറി UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അവരവകാശപ്പെടുന്നത് LDFൽ പറയുന്നത് പോലെ ഒരു ഭിന്നത ഇല്ല എന്നുള്ളതാണ്. ലീഗും കോൺഗ്രസും ഐക്യത്തോടെ മത്സരിക്കുന്നു. പൊന്മുണ്ടത്ത് മാത്രമാണ് അത്തരത്തിലില്ലാത്തൊരു സാഹചര്യം. അതിലുപരിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ മുൻപ് നേരിയ വോട്ടുകൾക്ക് പോലും കൈവിട്ട വാർഡുകളും പഞ്ചായത്തുകളും ഒക്കെ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ UDFനുണ്ട്. LDF ആകട്ടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണയാണ് മുഖ്യ പ്രചരണ വിഷയമാക്കി പലയിടത്തും ആഞ്ഞടിച്ചത്. കഴിഞ്ഞ തവണത്തേക്കാൾ നേട്ടമുണ്ടാക്കാമെന്ന പ്രതീക്ഷയാണ് LDF പങ്കുവയ്ക്കുന്നത്. എന്നാണെങ്കിലും ഈ ഒരു ജനവിധി, ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ഫലം അത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദിശാസൂചിയാകുമെന്ന കണക്കൂട്ടൽ തന്നെയാണ് പൊതുവെ LDFനും UDFനും ഉള്ളത്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഈ ഒരു സഹകരണം, അതിന്റെ ഫലം എന്താകുമെന്നുള്ളതും ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകും. അനീഷ്, ശക്തമായ പ്രചാരണം നടന്നു. ആ ശക്തമായ പ്രചാരണത്തിന്റെ ആവേശം മുഴുവൻ ഇന്നത്തെ കലാശക്കൊട്ടിലും ഉണ്ടായിരുന്നു. എവിടെയൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു പ്രകടനങ്ങൾ? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ശ്രീജ, ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് ഏതാണ്ട് 4 ആഴ്ച നീണ്ട കാലത്ത് കോഴിക്കോടും ഉണ്ടായത്. ഓരോ വീടുകളിലും കയറി തങ്ങളുടെ സ്ഥാനാർത്ഥികൾക്കായി വോട്ട് ഉറപ്പിക്കുന്ന കാഴ്ച. ഇതിനൊടുവിലാണ് ആവേശകരമായ കൊട്ടിക്കലാശവും ഇന്നിപ്പോൾ സമാപിച്ചിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലാണ് ഏറ്റവും ആവേശകരമായ കൊട്ടിക്കലാശം നടന്നത്. നമുക്കറിയാം 76 ഡിവിഷനുകളിലെ മത്സരം ഇത്തവണ 2 മുന്നണികൾക്ക് നിർണായകമാണ്. 4.5 പതിറ്റാണ്ടിലധികമായി LDF തങ്ങളുടെ മേധാവിത്വം തുടരുന്ന ഒരു കോർപ്പറേഷനാണ്. എന്തായാലും ഇത്തവണ അട്ടിമറി ഭരണം പിടിക്കും എന്ന ഒരു വാശിയിൽ തന്നെയാണ് UDFും ആദ്യ ഘട്ടം മുതൽ കളത്തിലുള്ളത്. പാളയത്ത് കേന്ദ്രീകരിച്ചായിരുന്നു 3 പ്രധാന മുന്നണികളുടെയും പ്രവർത്തകർ ആവേശവുമായി എത്തിയത്. രാമനാട്ടുകരയിലും ഫറൂഖിലും കൊയിലാണ്ടിയിലും വടകരയിലും മുക്കത്തും താമരശ്ശേരിയിലും ഒക്കെ വലിയ പ്രചരണത്തിന്റെ ഭാഗമായുള്ള കൊട്ടിക്കലാശം നടന്നിരുന്നു. ഗ്രാമപ്രദേശങ്ങളിലൊക്കെ രാവിലെ മുതൽ തന്നെ ആവേശം പ്രകടമായിരുന്നു. പ്രധാന ഇടങ്ങളിൽ റോഡ് ഷോകളുമായാണ് സ്ഥാനാർത്ഥികൾ കളം പിടിച്ചത്. ഈ റോഡ് ഷോകൾ ഒടുവിൽ ഈ പ്രധാന നഗര കേന്ദ്രങ്ങളിൽ കൊട്ടിക്കലാശിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രചാരണ പരിപാടികൾ. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇടത് ക്യാമ്പിനെ നയിച്ച് അവസാന നിമിഷങ്ങളിൽ റോഡ് ഷോയുമായി എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ, യുവ തലമുറ നേതാവായ ഷാഫി പറമ്പിലാണ് UDF ക്യാമ്പിനെ നയിച്ച് റോഡ് ഷോകളിലും കൊട്ടിക്കലാശത്തിലുമൊക്കെ പങ്കെടുക്കുകയും ചെയ്തത്. എന്തായാലും കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാതെയാണ് കൊട്ടിക്കലാശം ജില്ലയിൽ സമാപിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം ഒരു സമാധാനപരമായ സാഹചര്യം തന്നെയാണുള്ളത്. ഇനിയിപ്പോൾ നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകളാണ്. ഇളകി നിൽക്കുന്ന വോട്ടുകളെ ഉറപ്പിക്കുക, പുതിയ വോട്ടർമാരെ കണ്ടെത്തുക തുടങ്ങിയുള്ള വലിയ കണക്കൂട്ടലുകളിലേക്ക് കഴിയുന്ന നിമിഷങ്ങൾ. ഒപ്പം തെരഞ്ഞെടുപ്പ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും. ഇതിനുശേഷം പോളിംഗ് ബൂത്തിലേക്ക് ജില്ലയും നീങ്ങും. എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലത്തും ഇടതുപക്ഷത്തിന് വലിയ മേൽക്കോയ്മയുള്ള ഒരു ജില്ല തന്നെയാണുള്ളത്. നഗരസഭകളിൽ മാത്രം ചെറിയ ഒരു മേധാവിത്വം കോൺഗ്രസിന് UDFന് അവകാശപ്പെടാൻ കഴിയും. പക്ഷേ പഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ വലിയ മേധാവിത്വമുണ്ട്. CPM ഒറ്റയ്ക്ക് ഭരിക്കാൻ പോലും പര്യാപ്തമായ അംഗബലമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. എന്തായാലും വലിയ അത്ഭുതങ്ങളൊന്നും ഇത്തവണയും നടക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പുള്ളത്. എന്നാൽ ഭരണം അട്ടിമറിക്കുമെന്ന പ്രതീക്ഷയിൽ UDF ഉണ്ട്. മറുവശത്ത് 7 സീറ്റുകളാണ് കഴിഞ്ഞ 2 തവണയും BJPക്ക് നേടാൻ കഴിഞ്ഞത്. 22 ഇടങ്ങളിൽ കഴിഞ്ഞ തവണ
രണ്ടാം സ്ഥാനത്തെത്തിയതാണ് അവരുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായി മാറുന്നത്. അത്തരത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ഇടങ്ങളിൽ ഇത്തവണ നില മെച്ചപ്പെടുത്തി ഒന്നാം സ്ഥാനത്തെത്താൻ കഴിയും. ഒപ്പം 100-ൽ താഴെ വോട്ടുകൾക്ക് പരാജയപ്പെട്ട ചില ഡിവിഷനുകളുമുണ്ട്. അങ്ങനെ ഒറ്റയടിക്ക് ഒരു അട്ടിമറിയിലൂടെ ഭരണം നേടാൻ കഴിയുമെന്ന ഒരു ഉറച്ച പ്രതീക്ഷയിൽ BJP നിൽക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഈ ആവേശമൊക്കെ പ്രകടമായിരുന്നു. വിവാദ വിഷയങ്ങളുമൊക്കെ ഒരുപാട് സജീവമായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിലൂടെ കൂടുതൽ ഇടങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ UDF-നുണ്ട്. കാരണം 50-ഉം 60-ഉം 40-ഉം വോട്ടിനൊക്കെ തോൽക്കുന്ന ഒരുപാട് ഡിവിഷനുകളുണ്ട്. ഇത്തരം ഡിവിഷനുകളിൽ ഓരോ ബൂത്തിൽ നിന്നും വരുന്ന വെൽഫെയർ പാർട്ടിയുടെ വോട്ടുകൾ നിർണായകമായി മാറുമ്പോൾ കൂടുതൽ ഇടങ്ങളിൽ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോർപ്പറേഷനിലും മറ്റു പല മേഖലകളിലും കാർച്ചേരി പോലുള്ള ഇടങ്ങളിൽ, മുക്കം അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ അത് ഗുണകരമാവുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും അവസാന വട്ട കണക്കുകൾ കൂട്ടലും കിഴക്കിലുമായി ഇപ്പോൾ മുന്നണികൾ നിശബ്ദ പ്രചാരണത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ശ്രീജ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. വളാഞ്ചേരിയിൽ നിന്ന് ജിഷാദ് കൂടി വിവരങ്ങളുമായി ചേർന്നു. ജിഷാദ്, വലിയ മത്സരം, ഒപ്പം ആവേശകരമായ പ്രചാരണം, ഇതൊക്കെ നടക്കുന്ന സ്ഥലമാണ്. എങ്ങനെയായിരുന്നു ആ ഭാഗത്ത് കൊട്ടിക്കലാശം? ശ്രീജ, മലപ്പുറം ജില്ലയിൽ പരസ്യപ്രചാരണം അവസാനിച്ചിരിക്കുകയാണ്. ഇനി നിശബ്ദ പ്രചാരണത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രധാന ടൗണുകൾ കേന്ദ്രീകരിച്ച് കൊട്ടിക്കലാശം നടന്നിട്ടില്ലെങ്കിലും ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കൊട്ടിക്കലാശം. റോഡിന്റെ ഇരു സൈഡുകളും ഓരോരോ വാർഡുകളായതിനാൽ കൊട്ടിക്കലാശത്തിന് ഇരു മുന്നണികളും വാശിയും വീറും കാണിക്കുകയായിരുന്നു. അവസാന ലാപ്പിൽ ആവേശം വർദ്ധിപ്പിച്ചതോടെ നാട് റോഡ് ഷോകളും ബൈക്ക് റാലികളും കൊണ്ട് സമ്പന്നമായിരുന്നു. പദയാത്രകളും ഉണ്ടായിരുന്നു. പരസ്യപ്രചാരണത്തിന്റെ അവസാന ഘട്ടമാണ് ഇന്ന്. ആരാണ് മുന്നിലെത്തുക എന്ന മത്സര ബുദ്ധിയോടെയാണ് ഓരോരോ പ്രകടനങ്ങളും കാണിച്ചുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികൾ തുറന്ന വാഹനങ്ങൾ ആനയിച്ചാണ് പലയിടങ്ങളിലും ശക്തി പ്രകടനം നടന്നത്. കൊടികളും വർണ്ണ കടലാസുകളും വാദ്യമേളങ്ങളും നൃത്ത സംഘങ്ങളും കലാശക്കൊട്ടിനെ മിഴിവേകി. 11-ന് ആണ് മലപ്പുറം ഉൾപ്പെടെയുള്ള 7 ജില്ലകളിൽ വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. ചിലയിടങ്ങളിൽ കൊട്ടിക്കലാശം ഒഴിവാക്കിയിരുന്നു. തിരൂർ, താനൂർ മേഖലകളിലാണ് ഈ കൊട്ടിക്കലാശങ്ങൾ ഒഴിവാക്കിയിരുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായതിനാലാണ് മുൻകരുതൽ എന്ന രീതിയിൽ പോലീസ് ഈ കൊട്ടിക്കലാശങ്ങൾ വേണ്ടാന്ന് വെച്ച്, അതായത് കൊട്ടിക്കലാശങ്ങൾ വേണ്ട എന്ന് സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും അറിയിപ്പ് നൽകിയിരുന്നത്. ശ്രീജ. ശരി, കാസർഗോഡ് നിന്ന് KV ബൈജു കൂടി വിവരങ്ങളുമായി ചേർന്നു. ബൈജു, തൃക്കരിപ്പൂരിൽ നേരിയ ഒരു സംഘർഷത്തിന്റെ സാഹചര്യമൊക്കെ ഉണ്ടായി. കാസർഗോഡ് വലിയ ആവേശകരമായ ത്രികോണ മത്സരത്തിന്റെ അതേ പ്രതീതിയിലായിരുന്നു പ്രചാരണം നടന്നത്. അവസാന ദിവസത്തെ പ്രചാരണവും കൊട്ടിക്കലാശവും ഒക്കെ എങ്ങനെയായിരുന്നു? തീർച്ചയായും ശ്രീജ, ഒറ്റപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ വെച്ചാൽ പൊതുവെ സമാധാനപരമായാണ് ഈ പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂർ നീണ്ടെന്ന് പറയേണ്ടി വരും. തൃക്കരിപ്പൂറാണ് ഇത്തരത്തിൽ മുസ്ലിം ലീഗ്, അതുപോലെ തന്നെ CPM, BJP ഇത്തരത്തിലൊരു സംഘർഷമുണ്ടായി. അതായത് ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ CPM-ന്റെയും BJP-യുടെയും പ്രകടനം തടഞ്ഞതോടുകൂടിയാണ് അവിടെ ഒരു സംഘർഷമുണ്ടായത്. അതിനുശേഷം മുസ്ലിം ലീഗ് പ്രവർത്തകർ ഈ CPM-ന്റെ പ്രചരണ വാഹനത്തിൽ കൊടി കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടുകൂടി നേരിയ സംഘർഷമുണ്ടായി. പിന്നീട് പോലീസ് ഇടപെട്ട് ആ പ്രശ്നം പരിഹരിച്ചു. പൊതുവെ മറ്റിടങ്ങളിലൊന്നും അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തവണ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ കൊട്ടിക്കലാശം നടത്തി എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നഗരത്തിൽ 3 മുന്നണികളുടെയും പ്രകടനം ഉണ്ടായിരുന്നു. ആ വലിയ തോതിലുള്ള ശക്തി പ്രകടനം പോലെ തന്നെ ഉണ്ടായിരുന്നു. അത് വലിയ കളറായി എന്ന് തന്നെ പറയേണ്ടി വരും. ചെറിയ കുട്ടികൾ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെ ഈ ഒരു കൊട്ടിക്കലാശത്തിൽ അടിചേരുന്നതാണ് നമ്മൾ കാഴ്ചയാണ് കണ്ടത്. കാസർഗോഡ് ജില്ലയിലെ പൊതുവെ ചിത്രത്തിലേക്ക് വന്നാൽ ഇടതിന് തന്നെയാണ് മേൽക്കൈ. അത് ഗ്രാമപഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഇടതിന് തന്നെയാണ് മേൽക്കൈ. 6 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 4 ഇടതിനാണ് ഭരണം. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തുകളിൽ 38-ൽ 19 ഇടതു മുന്നണിക്കാണ്, 15 UDF-ന്. ശ്രീജ സൂചിപ്പിച്ചതുപോലെ BJP-ക്ക് അല്പം മേൽക്കൈയുള്ള ഒരു ജില്ലയാണ് കാസർഗോഡ്. മഞ്ചേശ്വരം, പ്രത്യേകിച്ച് മഞ്ചേശ്വരം കാസർഗോഡ് മണ്ഡലങ്ങളിൽ മഞ്ചേശ്വരത്ത് വലിയ തോതിലുള്ള ഒരു കൊട്ടിക്കലാശം തന്നെയാണ് നടന്നത്. അത് BJP-യുടെ അവരുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരു പ്രചരണം, ആ രീതിയിൽ തന്നെയാണ് BJP ഇതിനെ കാണുന്നത്. കൂടുതൽ പഞ്ചായത്തുകൾ, നിലവിൽ 3 പഞ്ചായത്തുകളാണ് BJP-ക്കുള്ളത്. കൂടുതൽ പഞ്ചായത്തുകൾ പിടിച്ചെടുക്കുക, അതാണ് BJP-യുടെ ലക്ഷ്യം. നഗരസഭയിലേക്ക് വന്നാൽ 3 നഗരസഭകളാണുള്ളത്. ഇതിൽ നീലേശ്വരവും കാഞ്ഞങ്ങാടും ഇടതിനാണ് ഇപ്പോൾ ഭരണം. കാസർഗോഡ് നഗരസഭ മുസ്ലിം ലീഗാണ്, UDF-നാണ്. അവിടെ BJP 2ാം സ്ഥാനത്ത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വിമത ശല്യം ഏറ്റവും കൂടുതൽ UDF-ലെ ബാധിക്കുന്നത് കാസർഗോഡ് നഗരസഭയിലാണ്. 6 വിമതരാണ് ഇപ്രാവശ്യം, മുസ്ലിം ലീഗിലെ 6 വിമതരാണ് മത്സരിക്കുന്നത്. 7 സീറ്റിന്റെ വ്യത്യാസത്തിലാണ് BJP-യും ഈ മുസ്ലിം ലീഗും തമ്മിലുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ കൗതുകകരമായിരിക്കും. ഏറ്റവും ശ്രദ്ധേയമായ മത്സരം അവിടെ കാണും. അതോടൊപ്പം ജില്ലാ പഞ്ചായത്തിലാണ് വാശിയേറിയ മത്സരം നടക്കുന്നത്. 1 അംഗത്തിന്റെ പിൻബലത്തിലാണ് അവിടെ LDF-ന് ഭരണമുള്ളത്.
UDF-ഉം LDF-ഉം ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഇത്തവണ UDF ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കുമോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു, വിമതന്മാരുടെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വിമത ശല്യം കാരണം കോൺഗ്രസ് ഓഫീസ് പൂട്ടിയിടുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. CPM-നും സംബന്ധിച്ചിടത്തോളം വിമത ശല്യമുണ്ട്. ദേലമ്പാടിയിൽ CPM സ്ഥാനാർത്ഥിക്കെതിരെ ഒരു CPM വിമതൻ മത്സരിക്കുന്നു. അവിടെ BJP-ക്കും അതുപോലെ തന്നെ UDF-നും സ്ഥാനാർത്ഥികളില്ല. അങ്ങനെ വളരെ പലതരത്തിലുള്ള ഒരു മത്സരം തന്നെയാണ് കാസർഗോഡെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. BJP ഇപ്രാവശ്യം കൂടുതൽ സീറ്റുകൾ പിടിക്കാൻ കൃത്യമായി രംഗത്തുണ്ട്. അവരുടെ പ്രചരണം ആ രീതിയിലായിരുന്നു. ഒരുപക്ഷെ ഒരു 6 മാസം മുൻപെങ്കിലും അവർ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു അവരുടേത്. വീടുകൾ കയറി ഇറങ്ങിയുള്ള വലിയ തോതിലുള്ള അത്തരത്തിലുള്ള പ്രചരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടിരുന്നു. ഇനിയിപ്പോൾ ഉള്ള ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണ്. കൃത്യമായി വോട്ടർമാരെ ബൂത്തുകളിലേക്ക് എത്തിക്കുക, അത് തന്നെയാണ് ഇവരുടെ ഇനി അവസാനമായുള്ള സ്ഥാനാർത്ഥികളുടെയും അതുപോലെ തന്നെ മുന്നണികളുടെയും നിലപാടുകൾ. ആ രീതിയിലുള്ള പ്രവർത്തനം ഇനി ഉണ്ടാകും. എന്തായാലും ഇനി നിശബ്ദ പ്രചാരണത്തിന് സമയമാണ്. നാളെ ആ പരമാവധി വോട്ടർമാരെ ഒന്നുകൂടി അവസാനം കണ്ട് വോട്ടുറപ്പിക്കുക എന്ന ഒരു ലക്ഷ്യമായിരിക്കും. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ സുരക്ഷാ സന്നാഹമാണ് കാസർഗോഡ് ജില്ലയിൽ വിന്യസിച്ചിട്ടുള്ളത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലെല്ലാം വലിയ സംഘർഷമുണ്ടായ ഒരു സ്ഥലമാണ് കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ അതീവ സുരക്ഷാ സാന്നിധ്യമാണ് പോലീസിന്റെ. കൂടുതൽ പോലീസിനുണ്ട്. 456 പ്രശ്നബാധിത ബൂത്തുകളാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. 119 ഇടങ്ങളിൽ വെബ്കാസ്റ്റിംഗ് ഉണ്ട്. എന്തായാലും അതെല്ലാം പോലീസ് കൃത്യമായി കൂടുതൽ പോലീസിനെ വിന്യസിച്ച് ശക്തമായ സുരക്ഷാ സന്നാഹങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഈ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്ന ആ സമയം കൊട്ടിക്കലാശത്തിന് വലിയ തോതിലുള്ള ഒരു കേന്ദ്രീകൃത ഒരു കൊട്ടിക്കലാശത്തിന് അനുമതി നൽകിയിരുന്നില്ല. അത്തരം കൊട്ടിക്കലാശങ്ങൾ എല്ലായ്പ്പോഴും സംഘർഷങ്ങളിലേക്കാണ് കലാശികൾ. അതുകൊണ്ട് അതിന് നിരോധനം ഇപ്രാവശ്യം ഉണ്ടായിരുന്നു, നിയന്ത്രണം ഉണ്ടായിരുന്നു. ചെറിയ തോതിലുള്ള കൊട്ടിക്കലാശമായിരുന്നു ഉണ്ടായത്. പക്ഷെ അത് കൃത്യമായി നല്ല കളറായി ആ രീതിയിൽ പ്രവർത്തകർ കൂടുതൽ അണിനിരത്താനും പാർട്ടിക്കാർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. KV ബൈജുവാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഏതാണ്ട് ഇനി ക്യൂവിൽ നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനിടയിലും ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. 75,000-ത്തിലധികം അയ്യപ്പന്മാർ ഇന്ന് മല ചവിട്ടി. 6,212 പേർ സ്പോട്ട് ബുക്കിംഗിലൂടെയാണ് ശബരിമലയിലേക്ക് എത്തിയത്. സാരംഗ് സുധാകരൻ വിവരങ്ങളുമായി. സാരംഗ്, അവധി ദിവസമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം നടക്കുമ്പോൾ. ശബരിമലയിൽ ഇന്നത്തെ ദിവസം എങ്ങനെയായിരുന്നു? ശ്രീജ, ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രതിഫലനം ശബരിമലയിലും ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിലേക്കാട്ടും കുറച്ച് കുറവുണ്ട്. 75,000-ൽ-അധികം ഭക്തരാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മലയാളികൾ കുറവാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടമായതിനാൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് ഇങ്ങോട്ടേക്ക് കൂടുതലായി എത്തുന്നത്. പക്ഷേ ഈ ഒരു തിരക്കുണ്ടെങ്കിൽ പോലും സുഗമമായി വന്ന് തൊഴുത് മടങ്ങാനുള്ളൊരു സൗകര്യമുണ്ട്. അതിനൊപ്പം തന്നെ കാലാവസ്ഥയും അനുകൂലമാണ്. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭക്തർ വളരെ സുഗമമായി തന്നെയാണ് ഇപ്പോൾ തൊഴുത് മടങ്ങുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസവും ഒരു തിരക്ക് കൂടുതൽ വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതിനനുസരിച്ചുള്ള സേനാവിന്യാസവും കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പാക്കുന്നുണ്ട്. ഒരു 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ 11 മണി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഹരിവരാസനമടക്കം പാടുന്നതും മറ്റും ഈ കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. കാരണം പരമാവധി ഭക്തരെ അന്നത്തെ ദിവസം തന്നെ തൊഴുതു മടങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ പരമാവധി ഭക്തർ ഇപ്പോൾ ഈ ഒരു അയ്യനെ കണ്ട് മടങ്ങാനുള്ളൊരു സൗകര്യം ഇവിടെ ഒരുക്കുന്നുണ്ട്. ശ്രീജ, ശരി. സാരംഗാണ് വിവരങ്ങൾ നൽകിയത് ശബരിമല സന്നിധാനത്ത് നിന്ന്. ലൈവ് at 6 പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം പ്രൈം ഡിബേറ്റ് കാണാം.